So, shape factor ne kurichu nammal padichu. Aduthathu load factor. Load factor is defined as the ratio of collapse load to working load. നമുക്കറിയാം ഒരു സ്റ്റീൽ ബീം when subjected to loads increased gradually, it passes through different stages and finally plastic hinges will be formed and the beam will collapse. അങ്ങനെ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുകയും അപ്പോൾ ബീം കൊളാപ്സ് ചെയ്യുകയും ചെയ്യുന്ന ലോഡ്, ആ ലോഡ് നെയാണ് കൊളാപ്സ് ലോഡ് എന്ന് വിളിക്കുന്നത്. സോ ദ ലോഡ് കറസ്പോണ്ടിങ് ടു വിച്ച് പ്ലാസ്റ്റിക് ഹിഞ്ച് വിൽ ബി ഫോംഡ് ഇൻ ദ ബീം ആൻഡ് ഇറ്റ് കൊളാപ്സസ്, അതാണ് കൊളാപ്സ് ലോഡ്. ആ കൊളാപ്സ് ലോഡ് ഒരു സ്ട്രക്ചറിന് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ലോഡ് കാണും. ഓക്കെ, ആ ലോഡും ശരിക്കും യാഥാർത്ഥ്യത്തിൽ ആ ബീം എക്സ്പീരിയൻസ് ചെയ്യുന്ന ലോഡാണ് വർക്കിംഗ് ലോഡ്. അതിൻ്റെ റേഷ്യോനെയാണ് ലോഡ് ഫാക്ടർ എന്ന് വിളിക്കുന്നത്. സോ ദി ആക്ച്വൽ കൊളാപ്സ് ലോഡ് divided by the working load on the beam will give you the load factor. അപ്പോൾ നമുക്ക് ലോഡ് ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു പി യു ബൈ പി എന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. ഇൻ അതർ വേർഡ്സ് പി യു ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു പി. പി യു ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു പി. പി യു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന കൊളാപ്സ് ലോഡ് എത്ര എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സ്ട്രക്ചറിൻ്റെ ലോഡ് ഫാക്ടർ അറിയാമെങ്കിൽ അതിനെ നമ്മുടെ വർക്കിംഗ് ലോഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. വർക്കിംഗ് ലോഡ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രക്ചറിൽ സാധാരണയായി വരേണ്ട ലോഡ് എത്രയാണോ അതിനെയാണ് വർക്കിംഗ് ലോഡ് എന്ന് പറയുന്നത്. ആ വർക്കിംഗ് ലോഡിനെ ലോഡ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ സ്ട്രക്ചർ കൊളാപ്സ് ചെയ്യുന്ന ലോഡ് എത്രയാണോ അത് നമുക്ക് കിട്ടും. അപ്പം അതിനു വേണ്ടി ആണ് ലോഡ് ഫാക്ടർ ഉപയോഗിക്കുന്നത്. ഇനി ലോഡ് ഫാക്ടർ ഒരു സാധാരണ സിമ്പിൾ ബീമിൽ നമുക്കറിയാം ബെൻഡിങ് മൊമെന്റ് വേരീസ് ലീനിയർലി വിത്ത് ലോഡ്. ദറ്റ് ഈസ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് എം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പി. ഓക്കെ, എം പിയുമായി, എം എന്ന് പറയുന്ന ബെൻഡിങ് മൊമെന്റ്, പി എന്ന് പറയുന്ന അപ്ലൈഡ് ലോഡ് ആയിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും സാധാരണഗതിയിൽ. സിമ്പിൾ ബീംസിൽ സാധാരണ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് ഈ മുകളിലത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു പി യു ബൈ പി എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് പി യു യു ക്യാൻ റീപ്ലേസ് ഇറ്റ് ബൈ എം പി. അതായത് കൊളാപ്സ് നടക്കുന്ന സമയത്ത് അവിടെയുള്ള മൊമെന്റ് എന്താണ്? പ്ലാസ്റ്റിക് മൊമെന്റ് ആണ്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഡിവൈഡഡ് ബൈ എം. എം എന്ന് പറയുന്നത് വർക്കിംഗ് ലോഡ് എന്ന് പറയുന്ന സാധാരണഗതിയിൽ ആ സ്ട്രക്ചറിൽ വരുന്ന ലോഡ് കൊണ്ടുണ്ടാകുന്ന മൊമെന്റ് ആണ് എം. ഓക്കെ, നമുക്കറിയാം എം പി ഈസ് ഈക്വൽ ടു ഇസഡ് പി ഇൻറ്റു എഫ് ഐ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അതുപോലെ വർക്കിംഗ് ലോഡ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അപ്ലൈ ചെയ്യുന്ന മൊമെന്റ് ആണ്. ആ മൊമെന്റ് ആണ് എം. ആ എമ്മിനെ നമുക്ക് വിതിൻ ദ ലീനിയർലി ഇലാസ്റ്റിക് ലിമിറ്റ് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇറ്റ് ഈസ് സെഡ് ഇ ഇൻറ്റു എഫ്. അത് എക്സ്ട്രീം ഫൈബേഴ്സ് ഈൽഡ് ചെയ്താൽ മാത്രമേ എഫ് വൈ ആകുകയുള്ളൂ. ഓക്കെ, നമുക്കറിയാം എം ഇ ഈസ് ഈക്വൽ ടു ഇസഡ് ഇ ഇൻറ്റു എഫ് ഐ ആണെന്ന് നമ്മൾ പഠിച്ചു. പക്ഷെ ഇവിടെ ഇഫ് ദ ലോഡ് ഈസ് വെൽ വിതിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് ഓർ ദ മൊമെന്റ് ഡെവലപ്ഡ് ഈസ് സച്ച് ദാറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഇസഡ് ഇ ഇൻറ്റു എഫ് എന്നേ പറയാൻ പറ്റുള്ളൂ, എഫ് വൈ ആകില്ല. ഓക്കെ, സോ ഇതെന്തിനാണ് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലോഡ് ഫാക്ടർ ആൻഡ് ദ ഷേപ്പ് ഫാക്ടർ. ലോഡ് ഫാക്ടറിന് ഷേപ്പ് ഫാക്ടറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാനാണ് ഇത് ചെയ്തത്. അപ്പോൾ അതിലൂടെ നമുക്ക് ഇസഡ് പി ബൈ ഇസഡ് ഇ എന്ന് പറയുന്നത് ഷേപ്പ് ഫാക്ടർ ആണെന്ന് നമുക്ക് അറിയാം. ഓക്കെ, അത് ഷേപ്പ് ഫാക്ടർ ആണെന്ന് അറിയാം, ഇൻറ്റു എഫ് വൈ ബൈ എഫ്. ഓക്കെ, നൗ ജനറലി ലോഡ് ഫാക്ടർ റേഞ്ചസ് ബിറ്റ്വീൻ 1.7 and 2. 1.7 and 2 ഒരു വാല്യൂ ആണ് നമുക്ക് സാധാരണ ലോഡ് ഫാക്ടർ. സോ റിമെമ്പർ shape factor is equal to mp by my or zp by ze. On the other hand, load factor is equal to pu by p, that is collapse load divided by collapse load അല്ലെങ്കിൽ ultimate load, അതാണ് pu. okay, ultimate load അല്ലെങ്കിൽ collapse load divided by working load. Now let us discuss about an important topic, that is local buckling of plates. അപ്പോൾ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർ ദ ടൈം ബീങ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷേ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഐ ആം ടോക്കിംഗ് അബൌട്ട് ദിസ് topic only because this will help you in understanding about the type of cross sections
ഇൻ പ്ലാസ്റ്റിക് അനാലിസിസ്. പ്ലാസ്റ്റിക് അനാലിസിസിൽ പ്രധാനപ്പെട്ട ക്രോസ് സെക്ഷനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റീൽ സെക്ഷൻസിനെ പല വിധത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി പ്രധാനപ്പെട്ട ഒരു ഇൻട്രൊഡക്ടറി ടോപ്പിക്കാണ് ഇത്. ഓക്കെ, ദിസ് ഈസ് നോട്ട് ഡയറക്ട്ലി ദെയർ ഇൻ യുവർ സിലബസ്. ഇഫ് യു വാണ്ട് യു ക്യാൻ സ്കിപ്പ് ഇറ്റ് ഫോർ ദ ടൈം ബീങ്, ബട്ട് ദിസ് വിൽ ആക്ച്വലി be useful in understanding the ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രോസ് സെക്ഷൻസ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രോസ് സെക്ഷൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത് തന്നെയാണ്, പക്ഷേ അതിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ടറി ടോപ്പിക്ക് മാത്രമാണ് ലോക്കൽ ബക്ലിംഗ് ഓഫ് പ്ലേറ്റ്സ്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ഓൾസോ. ഇവിടെ ശ്രദ്ധിക്കുക, ബക്ലിംഗ് എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. വാട്ട് ഈസ് ബക്ലിംഗ്? ബക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെമ്പർ, ഒരു സ്ട്രക്ചറൽ മെമ്പർ നമുക്ക് കാണും. ആ സ്ട്രക്ചറൽ മെമ്പറിൽ ഒരു ലോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആസ് എ റിസൾട്ട് ഓഫ് ദറ്റ് ലോഡ് സ്ട്രക്ചറിന് ഒരു റെസ്പോൺസ് ഉണ്ടാവും. എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്? അതിനകത്ത് എന്തെങ്കിലും ഒരു ഡിഫോർമേഷനോ അല്ലെങ്കിൽ ഒരു ഡിഫ്ലക്ഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം സ്ട്രക്ചർ ഉണ്ടാവും. ആ മാറ്റം എങ്ങനെയായിരിക്കും? ബക്ലിംഗ് ആണെങ്കിൽ then it causes it to undergo deformation in a direction or plane perpendicular to the direction of application of force. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലോ അല്ലെങ്കിൽ ആ പ്ലെയിനിലോ, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനിലോ ഡീഫോർമേഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ then it is known as buckling. സാധാരണഗതിയിൽ ലോഡ് അപ്ലൈ ചെയ്യുന്നതിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ഈ ഡീഫോർമേഷൻ സംഭവിക്കുന്നത്. കുറച്ച് ലോഡ് ആണെങ്കിൽ ചെറിയ ഡീഫോർമേഷൻ ആയിരിക്കും, വലിയ ലോഡ് അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ ഡീഫോർമേഷൻ സംഭവിക്കും. ഇത് സാധാരണഗതിയിൽ കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡീഫോർമേഷൻസിന് കാരണമായാണ് ബക്ലിംഗ് സംഭവിക്കുന്നത്. ഓക്കെ, ഈ കംപ്രസീവ് ഫോഴ്സിന്റെ റെസ്പോൺസ് ആയിട്ടാണ് ഈ സ്ട്രക്ചറിൽ ബക്ലിംഗ് ഉണ്ടാകുന്നത്. നമ്മൾ തിയറി ഓഫ് സ്ട്രക്ചേഴ്സിൽ ബക്ലിംഗ് ഓഫ് കോളംസിനെ കുറിച്ചൊക്കെ പഠിച്ചു. അത് തന്നെയാണ് ഈ ബക്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നു, കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, കോളം ബെൻഡ് ചെയ്യുന്നു. ഓക്കെ, വെർട്ടിക്കലി ഉള്ള ഒരു സ്ട്രക്ചറൽ മെമ്പർ അത് ബെൻഡ് ചെയ്യുന്നു ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്. ഓക്കെ, അത് ഏതൊക്കെ വിധത്തിൽ ഈ ബക്ലിങ്ങിനെ ക്ലാസിഫൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. Generally there are three types of buckling or three modes in which buckling can take place. Okay, first one is local buckling or local instability. ഇത് ഉദ്ദേശിക്കുന്നത് ഡീഫോർമേഷൻ ഓഫ് ദ ക്രോസ് സെക്ഷൻ ഓഫ് എ മെമ്പർ. ഇതെന്ന് പറയുന്നത് ഈ ഫിഗർ നോക്കുക, ഇതൊരു ഐ സെക്ഷൻ ആണ്. ഈ ഐ സെക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ ബീമിന്റെ പർപ്പസിനാണ് ഐ സെക്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ആസ് എ റിസൾട്ട് ഓഫ് ഇറ്റ് the beam or the I section undergoes bending സംഭവിക്കും. ബെൻഡിങ് സംഭവിക്കുമ്പോൾ എന്ത് പറ്റും? ഈ ടോപ്പ് കംപ്രഷൻ ഫ്ലാഞ്ചിൽ കംപ്രസീവ് സ്ട്രെസ്സും ബോട്ടം ഫ്ലാഞ്ചിൽ ടെൻസൈൽ സ്ട്രെസ്സും ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഈ ടോപ്പ് ഫ്ലാഞ്ചിൽ കംപ്രസീവ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത് കാരണം ഒരു പ്രത്യേക ഇൻസ്റ്റന്റിൽ there can be a deformation or we otherwise call local buckling of the flange. ഈ കംപ്രസീവ് സ്ട്രെസ്സിന്റെ ഭാഗമായി ഈ ടോപ്പ് കംപ്രഷൻ ഫ്ലാഞ്ച് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു റെസ്പോൺസ് ആണ് ലോക്കൽ ബക്ലിംഗ്. ഓക്കെ, അത് ലോക്കൽ ബക്ലിംഗ് എന്ന് വിളിക്കാൻ കാരണം ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ലോക്കൽ ബക്ലിംഗ് ഇവിടെയുള്ള ക്രോസ് സെക്ഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ ക്രോസ് സെക്ഷനിൽ നിന്നും ചെറിയ വ്യത്യാസം ഉണ്ടാകും. സോ ലോക്കൽ ബക്ലിംഗ് കോസസ് ഡീഫോർമേഷൻ ഓഫ് ക്രോസ് സെക്ഷൻ. ഒരു മെമ്പറിന്റെ ക്രോസ് സെക്ഷനെ മാറ്റം വരുത്തുന്ന തരത്തിലുള്ള ഡീഫോർമേഷൻ ആണെങ്കിൽ വി കോൾ ഇറ്റ് ലോക്കൽ ബക്ലിംഗ്. ഓക്കെ, ഇവിടെ ക്രോസ് സെക്ഷന് ചേഞ്ച് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒറിജിനൽ ക്രോസ് സെക്ഷൻ എന്ന് വെച്ചാൽ ഈ പടത്തിൽ ഈ സൈഡിൽ കാണുന്ന ഐയുടെ ഷേപ്പ് ആയിരിക്കും. പക്ഷെ ഇവിടെ ഇഫ് യു കട്ട് ഇറ്റ് യു വിൽ സീ ദാറ്റ് ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ദിസ് ഐ സെക്ഷൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഷേപ്പിന് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് ലോക്കലി. ഓക്കെ, ഇതിന്റെ ക്രോസ് സെക്ഷൻ ആണ് ഇവിടെ ചേഞ്ച് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇനിഷ്യൽ ക്രോസ് സെക്ഷൻ മാറി, there is a change in its cross section, there is a deformation of its cross section, so that is known as local buckling. അങ്ങനെ ഒരു പർട്ടിക്കുലർ മെമ്പറിന്റെ ഒരു സെഗ്മെന്റിൽ അല്ലെങ്കിൽ ഒരു സെക്ഷനിൽ ഉണ്ടാകുന്ന ഡീഫോർമേഷനാണ് ലോക്കൽ ബക്ലിംഗ് എന്ന് പറയുന്നത്. ഇനി the second mode is known as buckling of column or member instability. അവിടെ സംഭവിക്കുന്നത് ഒരു എൻറ്റയർ ലെങ്ത് ഓഫ് കോളം അല്ലെങ്കിൽ ഒരു എൻറ്റയർ ലെങ്ത് ഓഫ് മെമ്പറിൽ നമുക്ക് ഡിഫ്ലക്ഷൻ കാണാൻ സാധിക്കും. ആസ് ഇൻ ദിസ് കേസ് ഒരു കോളമാണ് നമ്മൾ ലോഡ് ചെയ്യുന്നു, അതിൻ്റെ
critical buckling stress exceed ചെയ്യുന്ന സമയത്ത് what happens is that the column undergoes sideways bending, which is known as column buckling or member instability. Okay, entire length നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഒരു സൈഡ് വേ deformation ഉണ്ടാകുന്നു. Okay, along the length. Now coming to the third mode, that is frame instability. Frame instability ഈ ഫിഗറിൽ കാണുന്ന പോലെയാണ്. The overall change of geometry of the structure causes the joints to displace relative to each other. ഇവിടെ joints ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈ ജോയിന്റ് ആണ് നോക്കുന്നത്. ഇപ്പോൾ കോളവും ബീമും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ജംഗ്ഷൻ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ആസ് എ റിസൾട്ട് ഓഫ് the loads there may be changes in its geometry. Okay, geometrical configuration ചെറിയ ചേഞ്ചസ് ഉണ്ടാകും. The joints may undergo relative displacements. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ ഫിഗറിൽ കാണുന്ന. അതർവൈസ് വി കോൾ ഇറ്റ് സ്വേ ഡീഫോർമേഷൻ ഇൻ മൾട്ടി സ്റ്റോറി ഫ്രെയിംസ്. മൾട്ടി സ്റ്റോറി ഫ്രെയിംസിൽ ലാറ്ററൽ ലോഡ്സ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ജോയിന്റ് ഡിസ്പ്ലേസ്മെന്റിനെ അല്ലെങ്കിൽ സ്വേ ഡീഫോർമേഷനെ സ്വേ ചെയ്യുകയാണെങ്കിൽ അതിനെ ഫ്രെയിം ഇൻസ്റ്റബിലിറ്റി എന്ന് വിളിക്കും. സോ ദീസ് ആർ ദ 3 important ways by which ബക്ലിംഗ് ക്യാൻ ടേക്ക് പ്ലേസ്. ബക്ലിംഗ് സംഭവിക്കാനുള്ള 3 സാധ്യതകളാണിത്. അതിൽ നമ്മൾ തൽക്കാലം വി റെസ്ട്രിക്റ്റ് അവർ സ്റ്റഡി ടു ലോക്കൽ ബക്ലിംഗ്. ലോക്കൽ ബക്ലിങ്ങിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഓക്കെ, നൗ വെൻ വി ടോക്ക് അബൌട്ട് ലോക്കൽ ബക്ലിങ്ങിന്റെ ഒരു പ്രശ്നം, എന്തുകൊണ്ടാണ് ലോക്കൽ ബക്ലിംഗ് നമ്മൾ ഈ സാഹചര്യത്തിൽ പഠിക്കുന്നത്? ഇറ്റ് കോസസ് പ്രിമച്വർ ഫെയിലിയർ ഓഫ് എ ബീം. ലോക്കൽ ബക്ലിംഗ് ഒരിക്കലും നല്ല ഒരു കാര്യമല്ല. ഇറ്റ് ഈസ് അൺഡിസൈറബിൾ. ഓക്കെ, ലോക്കൽ ബക്ലിംഗ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഓൾറെഡി ക്രോസ് സെക്ഷനിൽ ചെറിയ ചേഞ്ചസ് ഉണ്ടാകുന്നു, ഡീഫോർമേഷൻ ഉണ്ടാകുന്നു. ഒന്നെങ്കിൽ ഫ്ലാഞ്ച് ആയിരിക്കും അല്ലെങ്കിൽ വെബ് പോർഷൻ ആയിരിക്കും. എന്തെങ്കിലും ഒരു ഡീഫോർമേഷൻ സംഭവിക്കുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ലോക്കൽ ബക്ലിംഗ്. ബട്ട് ലോക്കൽ ബക്ലിംഗ് ഈസ് അൺഡിസൈറബിൾ ബിക്കോസ് ഇറ്റ് കോസസ് പ്രിമച്വർ ഫെയിലിയർ ഓഫ് ബീം. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, നമുക്ക് ഒരു ബീമിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് അണ്ടർഗോസ് സെവറൽ സ്റ്റേജസ് ഓഫ് ബിഫോർ ഇറ്റ് അണ്ടർഗോസ് ഫെയിലിയർ. ഓക്കെ, നമ്മൾ ഒരു ബീമിൽ ലോഡ് അപ്ലൈ ചെയ്യുന്നു, ഇറ്റ് ഗോസ് ത്രൂ സീരീസ് ഓഫ് സ്റ്റേജസ് ആൻഡ് ഫൈനലി ഇറ്റ് റിസൾട്ട്സ് ഇൻ ഫെയിലിയർ സംഭവിക്കുന്നത് എങ്ങനെയാണ്? പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോർമേഷനിലൂടെയാണ് ഫെയിലിയർ സംഭവിക്കുന്നത്. പക്ഷേ ഇഫ് ഇൻ കേസ് നമുക്ക് ലോക്കൽ ബക്ലിംഗ് സംഭവിക്കുകയാണെങ്കിൽ ഈ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോർമേഷൻ പോലും സംഭവിക്കില്ല. ഓക്കെ, അതിനു മുമ്പേ പ്ലാസ്റ്റിക് ഹിഞ്ച് ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ ബീം ഫെയിലായി പോകും. ഓക്കെ, സോ ആ സ്റ്റീൽ എന്നുള്ള മെറ്റീരിയലിന്റെ പൂർണ്ണമായ സ്ട്രെങ്ത് അല്ലെങ്കിൽ പൂർണ്ണമായ കപ്പാസിറ്റി ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, സോ നമ്മുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ സ്റ്റീലിന്റെ പൂർണ്ണമായ സ്ട്രെങ്തിനെയും കപ്പാസിറ്റിനെയും യൂട്ടിലൈസ് ചെയ്ത് ഡിസൈൻ ചെയ്യണമെന്നാണ്. പക്ഷേ ഇഫ് ലോക്കൽ ബക്ലിംഗ് ഓക്കേഴ്സ് ദ സ്റ്റീൽ ക്യാൻ ഫെയിൽ ഈവൻ ബിഫോർ ദാറ്റ്. ഓക്കെ, സോ ലോക്കൽ ബക്ലിംഗ് ഈസ് അൺഡിസൈറബിൾ. സോ ലോക്കൽ ബക്ലിങ്ങിന്റെ ആവശ്യത്തിനായി ആ സ്റ്റഡിയുടെ ഭാഗമായി നമ്മൾ സ്ട്രക്ചറൽ എലമെന്റ്സിനെ 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. വൺ ഈസ് നോൺ ആസ് അൺസ്റ്റിഫൻഡ് എലമെന്റ്, സെക്കൻഡ് ഈസ് നോൺ ആസ് സ്റ്റിഫൻഡ് എലമെന്റ്സ്. അൺസ്റ്റിഫൻഡ് എലമെന്റ്സും സ്റ്റിഫൻഡ് എലമെന്റ്സുമായിട്ട് നമുക്ക് സ്ട്രക്ചറൽ സ്റ്റീൽ സെക്ഷൻസിനെ ക്ലാസിഫൈ ചെയ്യാം. അതാണ് ദാ ഈ ഫിഗറിൽ കാണുന്നത്. ഹിയർ ഇൻ ദ ഫസ്റ്റ് കോളം വി ഹാവ് സ്റ്റിഫൻഡ് എലമെന്റ്സ് ആൻഡ് ഓൺ ദ സെക്കൻഡ് സൈഡ് ഓഫ് ദ ബോക്സ് വി ഹാവ് ദി അൺസ്റ്റിഫൻഡ് എലമെന്റ്സ്. എന്താണ് സ്റ്റിഫൻഡ് എലമെന്റ്സും എന്താണ് അൺസ്റ്റിഫൻഡ് എലമെന്റ്സ്? ഫിഗർ നോക്കി തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ നോക്കുക, ഈ ഐ സെക്ഷനിൽ യു ആർ കൺസിഡറിങ് വെബ്. ഈ ചുവന്ന നിറത്തിൽ കാണിച്ചിരിക്കുന്ന എലമെന്റിനെ കൺസിഡർ ചെയ്യുക. ഒരു കംപ്ലീറ്റ് ഐ സെക്ഷനെ നമ്മൾ വേരിയസ് പാർട്സ് ആക്കി, വേരിയസ് പീസസ് ആക്കി നമുക്ക് കൺസിഡർ ചെയ്യാം. So we consider that these structural steel sections are composed of small elements. Okay, ആ ഓരോ സ്മോൾ എലമെന്റ്സും സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇവിടെ ഈ കേസിൽ ഇതൊരു ഐ സെക്ഷന്റെ വെബാണ് കാണിച്ചിരിക്കുന്നത്. ഈ വെബിനെ നമ്മൾ മുൻനിർത്തി നോക്കുകയാണെങ്കിൽ ഈ വെബിന്റെ ഇരുവശങ്ങളിലും ഫ്ലാഞ്ചസ് ഈ വെബിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ വെബ് ബെൻഡ് ചെയ്യാനോ ട്വിസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ പോലും ഈ ഇരുവശത്തുള്ള ഫ്ലാഞ്ചസ് ഇതിനെ റെസിസ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള ടെൻഡൻസിയെ അത് റെസിസ്റ്റ് ചെയ്യും. ഹെൻസ് ദിസ് വെബ്, ദ വെബ് ഓഫ് ദി ഐ സെക്ഷൻ ഈസ് എ സ്റ്റിഫൻഡ് എലമെന്റ്. അത് ഒരു സ്റ്റിഫൻഡ് എലമെന്റ് ആണ്, കാരണം ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ഓൺ ഈതർ സൈഡ്സ്. ഓക്കെ, ടേക്ക് ദ കേസ് ഓഫ് ദിസ് സ്ക്വയർ ഹോളോ സെക്ഷൻ. ഇതൊരു സ്ക്വയർ ഹോളോ സെക്ഷൻ ആണ്. ഇതിന്റെ ഒരു എലമെന്റ്, ഒരു സൈഡ് മാത്രം നമുക്ക് എടുക്കാം. ജസ്റ്റ് കൺസിഡർ വൺ സൈഡ് ആസ് എ സിംഗിൾ എലമെന്റ്. ഇതിനെ നോക്കുകയാണെങ്കിലും ഇരുവശങ്ങളിലും ഇതിന് സപ്പോർട്ട് ഉണ്ട്.
അതുകൊണ്ട് ട്വിസ്റ്റിങ് ചെയ്യാനോ ബെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസിയെ റെസിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ദിസ് ഈസ് ഓൾസോ എ സ്റ്റിഫൻഡ് എലമെന്റ്. ആൻഡ് സി ദിസ് ഈസ് അനദർ സെക്ഷൻ, ദിസ് ഈസ് കൈൻഡ് ഓഫ് എ ചാനൽ സെക്ഷൻ. ഓക്കെ, ഈ സെക്ഷൻ്റെയും വെബ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് സപ്പോർട്ട്സ് ഓൺ ഈതർ സൈഡ്സ് ആൻഡ് ഹെൻസ് ദിസ് ഈസ് ഓൾസോ എ സ്റ്റിഫൻഡ് എലമെന്റ്. Okay, but on the other hand, if you consider a portion of ഫ്ലാഞ്ചിൻ്റെ ഒരു പോർഷൻ മാത്രമായി നമ്മൾ പരിഗണിക്കുകയാണെന്ന് വയ്ക്കുക, ഇതിൻ്റെ ഒരു വശത്ത് മാത്രമേ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് സപ്പോർട്ടഡ് ഓൺ ഈതർ സൈഡ്സ്. ഈ വശത്ത് അതിന് സപ്പോർട്ടില്ല. ഹെൻസ് ദിസ് ഈസ് an unstiffened element. So the flange of an I-beam is an unstiffened element. Consider the T-section. T-sectionൻ്റെ ഒരു ലെഗ് മാത്രം എടുക്കുക, then that is also unstiffened. അതിന് ഒരു സൈഡ് മാത്രമേ അതിനെ മൗണ്ട് ചെയ്തിട്ടുള്ളൂ, അതിനെ ഹോൾഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അതിനെ സ്റ്റിഫൻ ചെയ്തിരിക്കുന്ന ഒരു സൈഡ് മാത്രമേ ഉള്ളൂ, മറ്റേ സൈഡ് ഫ്രീ ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾസോ an unstiffened element. And consider an angle section, consider one leg of an angle section, you will find that this is also stiffened only on one side, not on both sides. Hence those elements which are supported on both edges, we call it stiffened elements. If the elements are supported only on one edge, then we call it unstiffened elements. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏതൊരു സ്ട്രക്ചറൽ സ്റ്റീൽ സെക്ഷനെയും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിഫൻഡ് എലമെന്റ്സിൽ ഈ പറഞ്ഞ പ്രിമച്വർ ഫെയിലിയർ ഓഫ് ബീം സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് സ്റ്റിഫൻഡ് എലമെന്റ്സ് ഉള്ള സെക്ഷൻസിൽ. അപ്പോൾ സ്റ്റിഫൻഡ് എലമെന്റ്സിൽ ലോക്കൽ ബക്കിളിങ്ങിന്റെ ചാൻസ് വളരെ വളരെ കുറവാണ്. പക്ഷേ if it is an unstiffened element, there is more chance that local buckling can take place. Hence in beams, local buckling of flange, that is compression flange of an I section, reduces the rotation capacity of the beam and prevents the formation of plastic hinge, instead causes early failure. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇവിടെ കംപ്രഷൻ ഫ്ലാഞ്ചിൽ ഒരു ഐ ബീമിൻ്റെ കംപ്രഷൻ ഫ്ലാഞ്ച് ആണെങ്കിൽ it is an unstiffened element and hence there is more chance of local buckling to take place. Therefore in such cases this will prevent ഈ ലോക്കൽ ബക്കിളിംഗ് ഉണ്ടാകുന്നത് കൊണ്ട്, അൺസ്റ്റിഫൻഡ് എലമെന്റിൽ ലോക്കൽ ബക്കിളിംഗ് ഉണ്ടാകാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഇവിടെ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോർമേഷൻ ഈ ബീമിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. So this prevents the formation of plastic hinge and causes early failure in the beams. Therefore we make a major assumption in plastic theory. നമ്മളൊരു ബീമിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അസംപ്ഷൻ എന്താണ്? ദാറ്റ് ദ ബീം ഈസ് സപ്പോർട്ടഡ് കണ്ടിന്യൂസ്ലി ലാറ്ററലി. ഓക്കെ, ഒരു ബീം ഐ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ, നമ്മളിവിടെ പറഞ്ഞ കേസ് പോലെ ഐ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഈ ലാറ്ററൽ ഡീഫോർമേഷൻസ് ഒക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി ദീസ് ബീം ഈസ് സപ്പോർട്ടഡ് കണ്ടിന്യൂസ്ലി ബൈ ദ കംപ്രഷൻ ഫ്ലാഞ്ച്. കംപ്രഷൻ ഫ്ലാഞ്ച് ഈ ബീമിന്റെ കംപ്രഷൻ ഫ്ലാഞ്ചിനെ കംപ്ലീറ്റ് ലെങ്തിലും ഇരുവശങ്ങളിൽ നിന്നും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ ട്വിസ്റ്റ് ചെയ്യാനോ ബെൻഡ് ചെയ്യാനോ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാതെ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള അസംഷൻസിലാണ് നമ്മളൊരു ബീമിനെ പ്ലാസ്റ്റിക് അനാലിസിസിൽ പ്ലാസ്റ്റിക് മെത്തേഡ് ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ എ ബീം is assumed to be supported continuously laterally എന്ന് പറഞ്ഞത് ഈ കംപ്രഷൻ ഫ്ലാഞ്ചിനെ ഇരുവശങ്ങളിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് in order to prevent local buckling to take place. ലോക്കൽ ബക്കിളിംഗ് അനുവദിക്കാതിരിക്കാൻ ഇരുവശങ്ങളിലും സപ്പോർട്ട് കൊടുത്ത് നന്നായി ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിനെ സ്റ്റഡി ചെയ്യുന്നത് എന്നാണ് അസ്യൂം ചെയ്യുന്നത്. അങ്ങനെയുള്ള ലാറ്ററലി സപ്പോർട്ടഡ് ബീംസ്, അങ്ങനെ വിളിക്കുന്ന ബീമിനെയാണ് ലാറ്ററലി സപ്പോർട്ടഡ് ബീംസ്. ഈ ലാറ്ററലി സപ്പോർട്ടഡ് ബീംസ് ആണെന്നാണ് നമ്മൾ പൊതുവായി അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ഈ ലോക്കൽ ബക്കിളിംഗ് സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞു ഇതിനെയൊക്കെ സ്മോൾ എലമെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതെല്ലാം കൊച്ചു പ്ലേറ്റ് എലമെന്റ്സ് ആയി മാറുകയാണ്. ഓക്കെ, വി കൺസിഡർ ദം ആസ് പ്ലേറ്റ് എലമെന്റ്സ്. സ്റ്റിഫൻഡ് ആയാലും അൺസ്റ്റിഫൻഡ് ആയാലും, പക്ഷെ അൺസ്റ്റിഫൻഡിലാണ് ലോക്കൽ ബക്കിളിംഗ് കാണപ്പെടാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ ദീസ് ആർ സ്മോൾ പ്ലേറ്റ് എലമെന്റ്സ്. ഓക്കെ, ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന സ്മോൾ പ്ലേറ്റ് എലമെന്റ്സ്. അങ്ങനെയുള്ള പ്ലേറ്റ് എലമെന്റ്സിൽ ലോക്കൽ ബക്കിളിംഗ് ഉണ്ടാകാനുള്ള ക്രിട്ടിക്കൽ സ്ട്രെസ് വാല്യൂ കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷനാണ് ഈ ഇവിടെ കൊടുത്തിരിക്കുന്നത്, FCR. സോ FCR represents the critical local buckling stress.
ക്രിട്ടിക്കൽ ലോക്കൽ ബക്ലിംഗ് സ്ട്രെസ്. ക്രിട്ടിക്കൽ ലോക്കൽ ബക്ലിംഗ് സ്ട്രെസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് സ്ട്രെസ് വാല്യൂ അല്ലെങ്കിൽ ഏത് ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് ഈ പ്ലേറ്റ് ലോക്കൽ ബക്ലിംഗ് സംഭവിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് സ്ട്രെസ് വാല്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു k ഇൻറ്റു പൈ സ്ക്വയർ ഇ ഡിവൈഡഡ് ബൈ 12 1 ഇൻറ്റു 1 മൈനസ് മ്യൂ സ്ക്വയർ ഇൻറ്റു ബി ബൈ ടി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്നും നിങ്ങൾ കാണാതെ പഠിക്കണ്ട, ഇത് മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ബാക്കിയെല്ലാം കോൺസ്റ്റൻസ് ആണ്. കെ എന്ന് പറയുന്നത് ബക്ലിംഗ് കോഎഫിഷ്യൻറ്റ്, ഇ എന്ന് പറയുന്നത് യങ്സ് മോഡുലസ്, മ്യൂ എന്ന് പറയുന്നത് പോയ്സൺ റേഷ്യോ. ഇതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വേരിയബിൾ ടേം എന്ന് പറയുന്നത് ബി ബൈ ടി ദ ഹോൾ സ്ക്വയർ എന്നുള്ള ടേം. അതും ബി ബൈ ടി. ശ്രദ്ധിക്കേണ്ടത് ഈ ഇക്വേഷനിൽ സ്ട്രെസ്സിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് ബി ബൈ ടി. അതായത് ബി എന്ന് ഉദ്ദേശിച്ചത് ഈ പ്ലേറ്റിന്റെ വിഡ്ത്ത്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്ലേറ്റ് എലമെന്റിന്റെ വിഡ്ത്ത് ആണ് ബി. ആ പ്ലേറ്റ് എലമെന്റിന്റെ തിക്നെസ് ആണ് ടി. ഓക്കെ, പ്ലേറ്റ് എലമെന്റിന്റെ വിഡ്ത്ത് ആണ് ബി, തിക്നെസ് ആണ് ടി. അപ്പോൾ ഒരു സ്ട്രക്ചറൽ സ്റ്റീലിലെ ഏതെങ്കിലും ഒരു എലമെന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ എലമെന്റിന്റെ ബി ബൈ ടി റേഷ്യോ വിൽ ഡിസൈഡ് വെദർ ലോക്കൽ ബക്ലിംഗ് വിൽ ഒക്കർ ഓർ നോട്ട്. ലോക്കൽ ബക്ലിംഗ് സംഭവിക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ബി ബൈ ടി റേഷ്യോ ആണ്. അപ്പോൾ വിഡ്ത്ത് ടു തിക്നെസ് റേഷ്യോ കൂടുകയാണെങ്കിൽ ആ പ്ലേറ്റിന്റെ ബക്ലിംഗ് സ്ട്രെസ് വളരെ കുറവായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് പറയാം, ഒരു പ്ലേറ്റിന്റെ ബക്ലിംഗ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ലോക്കൽ ബക്ലിംഗ് ചെയ്യാനുള്ള സ്ട്രെങ്ത് കൂട്ടുകയാണ് എന്ന് വയ്ക്കുക. എന്ന് പറഞ്ഞാൽ ആ പ്ലേറ്റ് അല്ലെങ്കിൽ ആ പ്ലേറ്റ് എലമെന്റ് ചെറിയ സ്ട്രെസ്സിലൊന്നും ലോക്കൽ ബക്ലിംഗ് സംഭവിക്കാതിരിക്കണമെങ്കിൽ അതിന്റെ ബക്ലിംഗ് സ്ട്രെങ്ത് നമുക്ക് കൂട്ടണമെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് എ മിനിമം ബി ബൈ ടി റേഷ്യോ. ബി ബൈ ടി റേഷ്യോ വളരെ കുറവായിരിക്കണം. ഓക്കെ, ബി ബൈ ടി റേഷ്യോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. The local buckling of the plate elements can be prevented by choosing smaller value of width to thickness ratio. Smaller value of width to thickness ratio വളരെ സ്മോൾ ആക്കുന്നതിലൂടെ നമുക്ക് അതിൻ്റെ ലോക്കൽ ബക്ലിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ലോക്കൽ ബക്ലിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. Now coming to classification of cross section. നമുക്ക് സ്ട്രക്ചറൽ സ്റ്റീൽ സെക്ഷൻസിനെ പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ഓൺ ദ ബേസിസ് ഓഫ് പ്ലാസ്റ്റിക് അനാലിസിസ്. ഓക്കെ, ആ ക്ലാസിഫിക്കേഷൻ എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? ആ മെറ്റീരിയൽ ഈൽഡ് സ്ട്രെങ്ത്, നമ്മൾ നേരത്തെ പറഞ്ഞ വിഡ്ത്ത് ടു തിക്നെസ് റേഷ്യോ, അതുപോലെ ലോഡിംഗ് അറേഞ്ച്മെന്റ്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യാനുള്ള അതിൻ്റെ കഴിവ്. ഈ കാര്യങ്ങളുടെ ഈ ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്രോസ് സെക്ഷൻസിനെ ക്ലാസിഫൈ ചെയ്യാം. ഇത് പറയുന്നത് ഏത് പേജിലാണ്? പേജ് നമ്പർ 17 ഓഫ് IS 800. അതിനകത്ത് ക്ലോസ് 3.7 റെഫർ ചെയ്യുക. ഇത് വളരെ പ്രധാനപ്പെട്ട ക്ലോസ് ആണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ബിക്കോസ് ഇത് സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് പറയാം. സോ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഫോർ ഡിസ്കഷൻ. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രോസ് സെക്ഷൻസ്? സ്റ്റീൽ സെക്ഷൻസ് ഏതൊക്കെ വിധത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ഓൺ ദ ബേസിസ് ഓഫ് പ്ലാസ്റ്റിക് അനാലിസിസ്? There are 4 classes of sections: class 1, class 2, class 3 and class 4. 4 രീതിയിൽ പറയാം. അതിനകത്ത് ക്ലാസ് 1 എന്ന് പറയുന്ന പ്ലാസ്റ്റിക് സെക്ഷൻ ആണ്. ക്ലാസ് 2 എന്ന് പറയുന്നത് കോമ്പാക്ട് സെക്ഷൻ, ക്ലാസ് 3 എന്ന് പറയുന്നത് സെമി കോമ്പാക്ട് സെക്ഷൻ ആൻഡ് ക്ലാസ് 4 എന്ന് പറയുന്നത് സ്ലെൻഡർ സെക്ഷൻ. ഈ ഓരോ ക്ലാസ്സസ് ഓഫ് സെക്ഷൻസും എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഫസ്റ്റ്, ക്ലാസ് 1 ഓർ പ്ലാസ്റ്റിക് ക്രോസ് സെക്ഷൻ. അതാണ് നിങ്ങൾ ഈ ഫിഗറിൽ ഈ അറ്റത്ത് കാണുന്നത്. ഇത് ഏത് ഫിഗറാണ്? നമ്മൾ ഓൾറെഡി പഠിച്ച മൊമെന്റ് വേഴ്സസ് റൊട്ടേഷന്റെ ഗ്രാഫാണ്. ഓക്കെ, സോ ഇനിഷ്യൽ പോർഷൻ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഫോളോഡ് ബൈ a curvature, then it goes straight because after the formation of plastic hinge it undergoes a large deformation. ഒരുപാട് റൊട്ടേഷൻ അത് സംഭവിച്ച് ഫെയിലിയർ സംഭവിക്കുകയാണ് പതിവ്. ഓക്കെ, സോ പ്ലാസ്റ്റിക് ക്രോസ് സെക്ഷൻ ആണ്, പ്ലാസ്റ്റിക് എന്നുള്ള ഒരു ക്രോസ് സെക്ഷൻ ആണ്, അല്ലെങ്കിൽ ക്ലാസ് 1 ക്രോസ് സെക്ഷൻ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്ന സ്ട്രക്ചറൽ സ്റ്റീൽ സെക്ഷൻ എങ്കിൽ അതിൽ ഡെഫിനറ്റ് ആയിട്ട് പ്ലാസ്റ്റിക് മൊമെന്റ് ഫോം ചെയ്യും. ഓക്കെ, പ്ലാസ്റ്റിക് മൊമെന്റ് ഫോം ചെയ്യും. ഇൻ അതർ വേർഡ്സ്, പ്ലാസ്റ്റിക് ഹിഞ്ചസ് വിൽ ഡെഫിനറ്റ്ലി ഫോം ഇൻ സച്ച് ക്രോസ് സെക്ഷൻസ്. അങ്ങനെയുള്ള സ്റ്റീൽ സെക്ഷൻസ് എടുക്കുകയാണെങ്കിൽ, ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയി അതിനകത്ത് പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യും. ഓക്കെ, അതിൻ്റെ ഒരു ഗ്രാഫാണ് ഈ കാണുന്ന
ഗ്രാഫ്. ആദ്യം ഇത് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യും ലീനിയർലി, then there is a non-linear region followed by a horizontal region where it undergoes large rotation and finally it fails. ഫെയിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ഈ കർവ് താഴോട്ട് വരുന്നത്. ഓക്കെ, ഫെയിലിയർ സംഭവിക്കുന്നു എന്നുള്ള സൂചിപ്പിക്കുന്നതിന്. ആൻഡ് ദിസ് വിൽ ബി ദ ഗ്രാഫ് ഫോർ എ പ്ലാസ്റ്റിക് സെക്ഷൻ. മൊമെന്റ് കർവേച്ചർ റിലേഷൻഷിപ്പ് സൂചിപ്പിക്കുന്നത് ഈ ഗ്രാഫാണ്. ഓക്കെ, ഫോർ എ പ്ലാസ്റ്റിക് സെക്ഷൻ. അതിൽ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, സിൻസ് പ്ലാസ്റ്റിക് ഹിഞ്ചസ് ആർ ഫോംഡ് ഇൻ ദീസ് കൈൻഡ് ഓഫ് സെക്ഷൻസ്, ഇവിടെ വലിയ ലാർജ് റൊട്ടേഷൻ സംഭവിക്കുന്നുണ്ട്. ഒരുപാട് റൊട്ടേഷൻ അല്ലെങ്കിൽ ഒരുപാട് ഡീഫോർമേഷൻ ആ ബീമിൽ സംഭവിക്കുകയാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് വൈ വി ടേക്ക് ദ റൊട്ടേഷൻ കറസ്പോണ്ടിങ് ടു ഫെയിലിയർ. ഫെയിലിയർ സംഭവിക്കുന്നതിൻ്റെ സമയത്തുള്ള റൊട്ടേഷനാണ് θ2. അതിൻ്റെ എക്സ്ട്രീം ഫേവർ ജസ്റ്റ് ഈൽഡ് ചെയ്യുമ്പോൾ ഉള്ള റൊട്ടേഷനാണ് θ1. സോ അക്കോർഡിംഗ് ടു Indian Standard Code, if it is a plastic section or if it is a class 1 section, then θ2 must be very very high compared to θ1. എത്രയായിരിക്കണം? θ2 should be greater than 6 times θ1 ആയിരിക്കണം. അത്രത്തോളം ഡീഫോർമേഷൻ, അത്രത്തോളം റൊട്ടേഷൻ ആ സ്ട്രക്ചറിൽ ഉണ്ടാവണം. എങ്കിലേ then only we call such sections as plastic sections or class 1 cross sections. മനസ്സിലായല്ലോ? സോ ക്ലാസ് 1 ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡെഫിനറ്റ് ആയി പ്ലാസ്റ്റിക് മൊമെന്റ് ഉണ്ടാകുകയും പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുകയും, ദീസ് ആർ ദ only sections used in plastic analysis and design. പ്ലാസ്റ്റിക് അനാലിസിസും ഡിസൈനിൽ ഉപയോഗിക്കുന്ന only sections എന്ന് പറയുന്ന ഈ ടൈപ്പ് ഓഫ് സെക്ഷൻസ് ആണ്. ഇവയെല്ലാം പൂർണ്ണമായും പ്യുവർ കംപ്രഷനിൽ വളരെ ഇഫക്റ്റീവ് ആണ്. എന്ന് വെച്ചാൽ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഇഫക്റ്റീവ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ് ക്ലാസ് 1 സെക്ഷൻസ്. Now coming to the second class 2 sections or compact section. അതാണ് ഈ ഫിഗറിൽ കാണുന്നത്. ഇവിടെ ആ ടൈപ്പ് ഓഫ് സെക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇനിഷ്യൽ ലീനിയർ റീജിയനും നോൺ ലീനിയർ റീജിയനും ഉണ്ട്. ബട്ട് ആഫ്റ്റർ ഇറ്റ് റീച്ചസ് ദ പ്ലാസ്റ്റിക് മൊമെന്റ് ഇറ്റ് ഫെയിൽസ് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, അത് ലാർജ് ഡീഫോർമേഷനിലേക്ക് കടക്കില്ല. ഓക്കെ, ലാർജ് ഡീഫോർമേഷൻ എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ഹിഞ്ചിൽ ലാർജ് ഡീഫോർമേഷനിലേക്ക് കടക്കില്ല. വൺസ് പ്ലാസ്റ്റിക് മൊമെന്റ് ഈസ് റീച്ച്ഡ് ദെൻ ഇറ്റ് ഫെയിൽസ്. പ്ലാസ്റ്റിക് മൊമെന്റ് ഡെവലപ്പ് ചെയ്ത ഉടൻ തന്നെ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഹിഞ്ച് ജസ്റ്റ് ഡെവലപ്പ് ചെയ്യുകയുള്ളൂ. ഇൻഫാക്ട് ഇറ്റ് ഡസ് നോട്ട് ഡെവലപ്പ് പ്ലാസ്റ്റിക് ഹിഞ്ച് എന്ന് വേണം പറയാൻ. ഓക്കെ, പ്ലാസ്റ്റിക് ഹിഞ്ച് ആയിട്ട് ഫോം ചെയ്യണമെങ്കിൽ ഇൻഫൈനൈറ്റ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ലാർജ് ഡീഫോർമേഷൻ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു ഹിഞ്ച് ഫോം ചെയ്യുള്ളൂ. പക്ഷെ ഇവിടെ ഹിഞ്ച് ഫോം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഫെയിലിയർ സംഭവിക്കുകയാണ്. ഓക്കെ, എന്തുകൊണ്ട്? ഡ്യൂ ടു ലോക്കൽ ബക്ലിംഗ്. അതുകൊണ്ടാണ് നമ്മൾ ലോക്കൽ ബക്ലിങ്ങിനെ കുറിച്ച് പഠിച്ചത്. ലോക്കൽ ബക്ലിങ്സ് കാരണം ലോക്കലി അതിൻ്റെ ഏതോ ഒരു എലമെന്റ്, പ്ലേറ്റ് എലമെന്റ് ഫെയിൽ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇറ്റ് ഡസ് നോട്ട് അണ്ടർഗോ ലാർജ് ഡീഫോർമേഷൻ ഓർ റൊട്ടേഷൻ. ഇറ്റ് ഫെയിൽസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇറ്റ് റീച്ചസ് ദ പ്ലാസ്റ്റിക് മൊമെന്റ്. പ്ലാസ്റ്റിക് മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ബട്ട് ഈ റൊട്ടേഷൻ θ2 നമ്മൾ എത്തുന്നില്ല. ഓക്കെ, now coming to the third class, that is semi-compact section. Semi-compact section ആണ് ഇവിടെ കാണുന്നത്. The initial straight line portion is there and it undergoes non-linear region. It shows non-linear region also and fails immediately. അവിടെ പ്ലാസ്റ്റിക് മൊമെന്റ് അച്ചീവ് ചെയ്യുന്നില്ല. അവിടെ എക്സ്ട്രീം ഫൈബേഴ്സ് ഈൽഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഫെയിലിയർ ഇമ്മീഡിയറ്റ്ലി സംഭവിക്കുകയാണ്. ഹെൻസ് ദീസ് ക്രോസ് സെക്ഷൻസ്, സെമി കോമ്പാക്ട് സെക്ഷൻ എന്ന് പറയുന്ന ക്ലാസ് 3 ക്രോസ് സെക്ഷൻസിൽ പ്ലാസ്റ്റിക് മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്നില്ല. ദേ ക്യാൻ ഡെവലപ്പ് ഒൺലി ഇലാസ്റ്റിക് മൊമെന്റ് അല്ലെങ്കിൽ ഈൽഡ് മൊമെന്റ് മാത്രമേ അവിടെ ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഹെൻസ് അവിടെ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോർമേഷനോ ഒന്നും തന്നെ നടക്കുന്നില്ല, അങ്ങോട്ട് പോകുന്നേ ഇല്ല. ഓക്കെ, the reason is again local buckling. Okay, local buckling prevents the development of plastic moment. Now the last one is class 4 sections or slender sections. Slender sections ആണ് ടോട്ടലി ഇൻഇഫക്റ്റീവ് ആണ്. അങ്ങനെ ഒരു സെക്ഷൻസ് ഒരിക്കലും ഡിസൈൻ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. ബിക്കോസ് ലോക്കൽ ബക്ലിംഗ് ഒക്കേഴ്സ് വെൽ ബിഫോർ ദി അറ്റൈൻമെന്റ് ഓഫ് yield stress. അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ജസ്റ്റ് ലോഡ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് മൊമെന്റ് ഇൻക്രീസ് ചെയ്ത് വരുന്നു, പക്ഷെ അപ്പോൾ തന്നെ ഫെയിലിയറും സംഭവിക്കുന്നു. ഓക്കെ, ഫെയിലിയർ സംഭവിക്കുന്നു ഡ്യൂ ടു ലോക്കൽ ബക്ലിംഗ്. ലോക്കൽ ബക്ലിംഗ് കാരണം ഈൽഡ് പോലും ചെയ്യുന്നില്ല, എക്സ്ട്രീം ഫൈബേഴ്സ് ഒന്നും ഈൽഡ് ചെയ്യുന്നത് പോലുമില്ല. സോ ദിസ് സെക്ഷൻ ഈസ് കംപ്ലീറ്റ്ലി ഇൻഎഫക്റ്റീവ് ആൻഡ് ഈസ് നോട്ട്
used for the design. Okay, so they cannot develop elastic moments also. So that is for today. Thank you.